അസ്സലാമലൈക്കും. അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് ഒരു മേക്കപ്പ് ലുക്ക് വീഡിയോയാണ്. ഞാൻ കുറേ ആയില്ല, ഞാൻ ഇതിന് ചെറിയൊരു വീഡിയോ മാത്രമേ ഇട്ടിട്ടുള്ളൂ. അപ്പം ഡീറ്റെയിൽ ആയിട്ടൊന്നും ഞാൻ പറഞ്ഞിട്ടൊരു വീഡിയോ ഇട്ടിട്ടില്ല. അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് ഒരു പാർട്ടി മേക്കപ്പ് ലുക്ക് എന്നൊക്കെ വേണമെങ്കിൽ പറയും. ഞാൻ ഇപ്പോൾ ഒരു എന്തെങ്കിലും പോവുകയാണെങ്കിൽ ചെയ്യുന്നൊരു മേക്കപ്പ് ലുക്കാണ്. അപ്പോൾ അതിനു മുമ്പ് എൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ തന്നെ ആ ഒരു അടുത്തുള്ളൊരു ബെല്ലൈക്കൺ ഉണ്ട്, അതൊക്കെ ഞെക്കുക. പിന്നെന്താ, ഷെയർ ചെയ്യുക, കമൻറ്റൊക്കെ ചെയ്യുക, അഭിപ്രായങ്ങൾ പറയും, എന്ത് വീഡിയോ വേണം എന്നൊക്കെ പറയുക. അപ്പം ഇപ്പം ഞാൻ ഈ ഒരു വേഷത്തിലാണ് നിൽക്കുന്നത്. ഞാൻ ഒരു വൈറ്റ് ഡ്രസ്സൊക്കെ ഇട്ടിട്ടുള്ള ഒരു വൈറ്റ് ഡ്രസ്സാണ് ഞാൻ ലാസ്റ്റ് കാണിക്കാം. അപ്പം ആദ്യം ഞാൻ മുഖം ഒന്ന് ഫേസ് വാഷ് വെച്ചിട്ട് ഒന്ന് വാഷ് ചെയ്തിട്ടുണ്ട്. എന്താ പറയുക, ഞാൻ ഒരു ഹിമാലയയുടെ ഫേസ് വാഷ് യൂസ് ചെയ്യുന്നുണ്ട്. അപ്പം നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഫേസ് വാഷ് നിങ്ങൾക്ക് യൂസ് ചെയ്യാവുന്നതാണ്. അപ്പം നമ്മൾ ഫേസ് നന്നായിട്ട് ക്ലീനൊക്കെ ചെയ്ത് വെച്ചിരിക്കുകയാണ്. ഞാൻ ലിപ് ബാം ഇട്ടിട്ടുണ്ട്. അത് ഹെനാലി എന്ന് പറയുന്ന ഒരു ബ്രാൻഡിൻ്റെ ലിപ് ബാമാണ്. നല്ല അത്യാവശ്യം കളറൊക്കെ തരുന്നൊരു ലിപ് ബാം കേട്ടോ. അപ്പം ഞാൻ അതിട്ട് വെച്ചിട്ടുണ്ട്. അപ്പം എന്താ പറയുക, ഞാൻ ഇനി ചെയ്യാൻ പോകുന്ന ഒരു കാര്യം എന്ന് പറഞ്ഞാൽ മോയ്സ്ചറൈസർ ചെയ്യാം. അപ്പം ഞാൻ യൂസ് ചെയ്യുന്നത് പ്ലമ്മിൻ്റെ മോയ്സ്ചറൈസർ കേട്ടോ. പ്ലമ്മാണ് ഞാൻ യൂസ് ചെയ്യുന്നത്. അത് കുറച്ചിങ്ങനെ എടുക്കാം. ഇത് ഞാൻ എന്താ പറയുക, ആദ്യമായിട്ടായിട്ടോ യൂസ് ചെയ്യുന്നത്. ഇത് ഞാനിങ്ങനെ ഞാൻ യൂസ് ചെയ്തുകൊണ്ടിരുന്ന മോയ്സ്ചറൈസർ എന്ന് പറയുന്നത് ഡോവിൻ്റെ ആയിരുന്നു. അപ്പം ഇപ്പം ഞാൻ ഇത് വാങ്ങിച്ചത് ഞങ്ങൾ ലുലു മാളിൽ പോയപ്പോൾ എന്താ പറയുക, അവിടുത്തെ ഷോപ്പിൽ കയറിയിട്ട് ഞാൻ വാങ്ങിയതാണ്. അപ്പം യൂസ് ചെയ്ത് നോക്കാൻ ചെയ്തിട്ട് അപ്പോൾ യൂസ് ചെയ്തപ്പോൾ എനിക്ക് ഇഷ്ടപ്പെട്ടു കേട്ടോ. കാണിച്ചു. അപ്പം എല്ലാവരും എനിക്ക് ശബ്ദമില്ല എന്ന് പറയുന്നതുകൊണ്ട് ഞാൻ എന്ത് ചെയ്തു, ഒരു മൈക്കൊക്കെ വാങ്ങിച്ചിട്ടുണ്ട് കേട്ടോ. അപ്പം ഞാൻ എന്താ പറയുക, ഈ പ്ലമ്മിൻ്റെ മോയ്സ്ചറൈസർ എനിക്ക് നല്ല ഇഷ്ടമായി. ഇത് ഓഫറിൽ എന്തോ ആണ് എനിക്ക് കിട്ടിയെന്ന് തോന്നുന്നു. ഞാൻ കുറേ പ്രോഡക്ട്സുകൾ അവിടെ നിന്ന് പർച്ചേസ് ചെയ്തിരുന്നു. അപ്പം എനിക്ക് അവിടെ നിന്ന് ഇത് എനിക്ക് തോന്നുന്നു ഓഫറിൽ കിട്ടിയത്. അപ്പോൾ എനിക്ക് യൂസ് ചെയ്തപ്പോൾ ഭയങ്കര ഇഷ്ടപ്പെട്ടു കേട്ടോ. അപ്പം ഇതാണ് മോയ്സ്ചറൈസർ. ഇതിൻ്റെ റേറ്റ് വന്നിട്ട് 470 ഇതിൽ കൊടുത്തിരിക്കുന്നത്. എനിക്ക് തോന്നുന്നു 470 തന്നെയാണോ എന്നറിയില്ല. ഓഫറിൽ കുറച്ച് പ്രോഡക്ട്സുകളും കൂടി ഉണ്ടായിരുന്നതുകൊണ്ട് എനിക്ക് കൃത്യമായിട്ട് എനിക്ക് എത്ര രൂപയാണ് ഇതവർ എടുത്തതെന്ന് എനിക്കറിയില്ല. അതിനുശേഷം നമ്മൾ പുറത്തു പോകുമ്പോൾ മസ്റ്റായിട്ടും യൂസ് ചെയ്യേണ്ട 2 സംഭവങ്ങളാണ്, ഒന്ന് മോയ്സ്ചറൈസറും ഒന്ന് സൺസ്ക്രീനും. ഇത് ഞാൻ എടുത്തിരിക്കുന്നത് ലാക്മേൻ്റെ സൺസ്ക്രീനാണ്. അപ്പം എന്താ പറയുക, ലാക്മേൻ്റെ സൺസ്ക്രീൻ ഞാനിതിപ്പോൾ 2ാമത്തെ ബോട്ടിലാണ്. ആദ്യത്തെ ഒന്ന് ഞാൻ വാങ്ങിയിട്ടുണ്ടായിരുന്നു, അത് തീർന്നു. ഇത് പിന്നെ 2ാമത്തേതാണ്. ഇതിൻ്റെ റേറ്റ് വന്നിട്ട് 325 രൂപയാണ്. ഇത് അത്യാവശ്യം നല്ല മോയ്സ്ചറൈസറാണ്, പക്ഷേ സൺസ്ക്രീൻ ആട്ടോ, എനിക്ക് ഇഷ്ടപ്പെട്ടാണ്. അത്യാവശ്യം കൊള്ളാം, നല്ല സൺസ്ക്രീനാണ്. ലാക്മേൻ്റെ ഏകദേശം എല്ലാ പ്രോഡക്റ്റ്സുകളും നല്ലതാണ്. ഞാനിവിടെ കുറച്ച് ഐ ഷാഡോ പാലറ്റുകൾ എടുത്തിട്ടുണ്ട് കേട്ടോ. ഇതിൽ ഏതൊക്കെയാണ് എനിക്ക് ഇഷ്ടപ്പെടാമെന്നറിയില്ല. അപ്പം എൻ്റെതൊരു വൈറ്റ് കളർ ഡ്രസ്സ് ആയതുകൊണ്ട് നമുക്ക് വൈറ്റിൻ്റെ കൂടെ ഏതും ചേർന്ന് പോകുമല്ലോ. അപ്പം ഞാൻ ഇത്രയും പാലറ്റുകളാണ്. ഇത് HD പ്രൊഫഷണൽ ഐ ഷാഡോ പാലറ്റ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു പാലറ്റാണ്. ഇത് ഒന്നെന്ന് പറയുന്നത് ഇത് ഐബ്രോസിൽ സെറ്റ് ചെയ്യാനുള്ളതാണ് കേട്ടോ. ഇത് പിന്നെ വെറ്റ് ആൻഡ് വൈൽഡിൻ്റെ ആണ്. പിന്നെ ഇത് എൻവൈബേൻ്റെ ആണ്. അപ്പം നമുക്ക് ആദ്യം ഒന്ന് ഐബ്രോസ് സെറ്റ് ചെയ്യാം കേട്ടോ. അപ്പം ഞാനിവിടെ ഒരു കണ്ണാടി വാങ്ങണം. അപ്പം ഇപ്പം ഞാൻ ഈ ഒരു ചീപ്പിൻ്റെ കണ്ണാടി കേട്ടോ ഞാൻ യൂസ് ചെയ്യുന്നത്. ഓക്കെ, നമുക്ക് ചീപ്പിൻ്റെ കണ്ണാടി. അപ്പം ഇത് സ്വിസ് ബ്യൂട്ടീൻ്റെ ആണ്. സ്വിസ് ബ്യൂട്ടീൻ്റെ 3 ബ്രോസ് പൗഡർ പ്ലസ് 1 ബാക്ക് സ്ക്രീൻ ആണ് ഇതിൽ എഴുതിയിരിക്കുന്നത്. അപ്പം ഇത് ഐബ്രോസിൽ നമുക്ക് ഇടാം. ഓക്കെ, ഇതിലും ഉണ്ട് കേട്ടോ കണ്ണാടി. അപ്പം ഇത്രയും കളേഴ്സാണ് ഇതിലുള്ളത്. അപ്പം ഞാൻ 2 ഡാർക്ക് ഷെയ്ഡ്സാണ് മിക്സ് ചെയ്യാൻ പോകുന്നത്. ഒന്ന് ഇതും ഒന്ന് അതും. മുകളിലത്തെ 2 ഷെയ്ഡ്സ് ആട്ടോ മിക്സ് ചെയ്യാൻ പോകുന്നത്. അപ്പം
നമുക്ക് ആ 2 ഷെയ്ഡ് മിക്സ് ചെയ്ത്, അപ്പം ഞാനിപ്പോൾ പിരികം ഒരുപാട് പേരിനോട് ചോദിച്ചു പിരികം വളരാൻ വേണ്ടി എന്താ ട്രിക്ക് ഉള്ളതെന്ന്. ഇപ്പോൾ ഞാൻ പിരികം ത്രെഡ് ചെയ്തിട്ടുണ്ട്. പിന്നെ അല്ലാണ്ട് തന്നെ ഓൾറെഡി എനിക്ക് പിരികം നല്ല കട്ടിയുള്ള പിരികമാണ്. പിരികം ത്രെഡ് ചെയ്യുമ്പോഴൊക്കെ ഭയങ്കര പാടാണ് എനിക്ക് പിരികം വരാൻ വേണ്ടിയിട്ട്, ഭയങ്കര കട്ടിയാട്ടോ. അപ്പം നമുക്ക് പിരികം ഒന്ന് സെറ്റ് ചെയ്യാം കേട്ടോ. കുറച്ച് ദിവസമാണ് പിരികം സെറ്റ് ചെയ്തിട്ട്. ഓക്കെ, അപ്പോൾ നമുക്ക് 2 ഡാർക്ക് ഷെയ്ഡ്സ് ഇട്ട് സെറ്റ് ചെയ്യാം. അപ്പോൾ നമ്മൾ അടുത്തതായിട്ട് പോകുന്നത് എന്താ, കൺസീലർ. ഇത് ഇബേൻ്റെ മസ്റ്റ് ഹാവ് എന്ന് പറയുന്ന ഒരു ഇതാണ്. ഇതിൻ്റെ ഷെയ്ഡ് വന്നിട്ട് ലൈറ്റ് എന്ന് പറയുന്നൊരു ഷെയ്ഡാട്ടോ. ഇതെനിക്ക് കുഴപ്പമില്ല, പക്ഷെ എനിക്ക് അധികം ഡാർക്ക് സ്പോട്ട്സ് ഒന്നുമില്ല. പക്ഷെ എന്നാലും നമ്മൾ തോന്നുന്ന സ്ഥലത്ത്, ഇപ്പോൾ എനിക്ക് പിമ്പിൾസ് വന്നതിൻ്റെ ഒരു ഇതുണ്ട്, ചെറിയ പിമ്പിൾസിൻ്റെ. അപ്പോൾ അത് ഇടയ്ക്ക് മാത്രം പിമ്പിൾസ് വരുമ്പോൾ അവിടെ ഞാൻ ഇപ്പോൾ ആ സമയത്താണ് എനിക്ക് എന്തെങ്കിലും ഫംഗ്ഷൻ വരുന്നെങ്കിൽ ഞാൻ ഇടും. അങ്ങനെ എനിക്ക് കുഴപ്പങ്ങളൊന്നും ഇല്ലെങ്കിൽ ഞാനിത് സ്കിപ്പ് ചെയ്യും. സ്കിപ്പ് ചെയ്യേണ്ടവർക്ക് ഇത് സ്കിപ്പ് ചെയ്യാം കേട്ടോ. അപ്പം
വൈറ്റ് ഗോൾഡ് ആട്ടോ എടുത്തിരിക്കുന്നത്. ഇതിൽ 2 കളറുണ്ട്. ഈ ഒരു ഗോൾഡും ഉണ്ട്, ഈ ഒരു ഗോൾഡും ഉണ്ട്. ഇത് ഊരിപ്പോയി. ഓക്കെ, ഈ ഒരു ഗോൾഡും ഉണ്ട്, ഈ ഒരു ഗോൾഡും ഉണ്ട്. അപ്പം ഞാൻ എടുക്കുന്നത് ഈ ഒരു ഗോൾഡാണ്. ഇതെടുത്തിട്ട് കണ്ടോ, നല്ലതാ. അപ്പോൾ നമുക്ക് അടുത്താണ്.